നമസ്കാരം. പ്രധാന വാർത്തകൾ. അച്ചൻകോവിൽ നദിയുടെയും കല്ലടയാറിന്റെയും തീരങ്ങളിൽ താമസിക്കുന്നവർക്ക് ജാഗ്രതാ നിർദ്ദേശം. പത്തനംതിട്ട ജില്ലയിലെ അച്ചൻകോവിൽ നദിയുടെ കരയിലുള്ളവർക്ക് ജാഗ്രതാ നിർദ്ദേശം. അച്ചൻകോവിൽ നദിയിൽ ജലനിരപ്പ് അപകടകരമായി തുടരുന്നതിനാലാണ് മുന്നറിയിപ്പ് പ്രഖ്യാപിച്ചത്. സംസ്ഥാന ജലസേചന വകുപ്പിന്റെ കല്ലേലി, കോന്നി, GD സ്റ്റേഷനുകളിൽ മഞ്ഞ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ അച്ചൻകോവിൽ നദിക്കരയിൽ താമസിക്കുന്നവർ ജാഗ്രത പുലർത്തണമെന്നാണ് അറിയിപ്പ്. യാതൊരു കാരണവശാലും നദികളിൽ ഇറങ്ങാനോ നദി മുറിച്ച് കടക്കാനോ പാടില്ല. തീരത്തോട് ചേർന്ന് താമസിക്കുന്നവർ ജാഗ്രത പാലിക്കേണ്ടതാണ്. അധികൃതരുടെ നിർദ്ദേശാനുസരണം അപകട മേഖലകളിൽ നിന്ന് മാറി താമസിക്കാൻ തയ്യാറാവണമെന്നും കേരള ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചു. ശബരിമലയിൽ തീർത്ഥാടകൻ കുഴഞ്ഞു വീണ് മരിച്ചു. ശബരിമലയിൽ ഹൃദയാഘാതത്തെ തുടർന്ന് തീർത്ഥാടകൻ കുഴഞ്ഞു വീണ് മരിച്ചു. തൃശൂർ ചിയാരം സ്വദേശി CM രാജനാണ് മരിച്ചത്. 68 വയസ്സായിരുന്നു. മല കയറുന്നതിനിടെ അപ്പാച്ചിമേട്ടിൽ കുഴഞ്ഞു വീഴുകയായിരുന്നു. ഉടൻ തന്നെ പമ്പ സർക്കാർ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സ്ഥിരീകരിച്ചു. കോൺഗ്രസ് ബ്ലോക്ക് കമ്മിറ്റിയിൽ കൂട്ടരാജി. പെരുമ്പാവൂർ കുറുപ്പുംപടി കോൺഗ്രസ് ബ്ലോക്ക് കമ്മിറ്റിയിൽ കൂട്ടരാജി. പെരുമ്പാവൂരിൽ 99 പ്രവർത്തകരും കുറുപ്പുംപടിയിൽ 80 പ്രവർത്തകരും രാജിവെച്ചു. പെരുമ്പാവൂർ മുനിസിപ്പൽ ചെയർമാൻ പോൾ പതിക്കൽ അടക്കമാണ് രാജിവെച്ചത്. കഴിഞ്ഞ ദിവസം ബ്ലോക്ക് കമ്മിറ്റി പുനഃസംഘടിപ്പിച്ചതിൽ അർഹതപ്പെട്ടവരെ ഒഴിവാക്കിയെന്നാരോപിച്ചാണ് കൂട്ടരാജി. 2 ബ്ലോക്ക് കമ്മിറ്റികളിലായി 186 പേരുടെ ജംബോ കമ്മിറ്റിയാണ് പ്രഖ്യാപിച്ചത്. പാലക്കാട് ബസ് മറിഞ്ഞ അപകടം. പാലക്കാട് വീണ്ടും വാഹന അപകടം. കണ്ണന്നൂരിന് സമീപം സ്വകാര്യ ബസ് മറിഞ്ഞ് ബസ്സിലുണ്ടായിരുന്ന യാത്രക്കാർക്ക് പരിക്കേറ്റു. പാലക്കാട് തൃശൂർ ദേശീയപാതയിലാണ് സംഭവം. പാലക്കാട് നിന്നും തിരുവില്ലാമല പോകുന്ന സ്വകാര്യ ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. കുട്ടികളടക്കം 16 പേർക്ക് പരിക്കേറ്റു. ആരുടെയും നില ഗുരുതരമല്ല. പരിക്കേറ്റവരെ ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ബസ് ഓട്ടോയിലിടിച്ച് നിയന്ത്രണം നഷ്ടപ്പെട്ട് ഡിവൈഡറിൽ ഇടിക്കുകയായിരുന്നു. നാട്ടുകാരുടെയും പോലീസിന്റെയും ഫയർഫോഴ്സിന്റെയും നേതൃത്വത്തിലായിരുന്നു രക്ഷാപ്രവർത്തനം. സംസാരശേഷി കുറഞ്ഞ 6ാം ക്ലാസ്സുകാരിയെ മർദ്ദിച്ചു. ട്യൂഷൻ ടീച്ചർക്കെതിരെ പരാതി. സംസാരശേഷി കുറഞ്ഞ 6ാം ക്ലാസ്സുകാരിയെ ട്യൂഷൻ ടീച്ചർ ക്രൂരമായി മർദ്ദിച്ചതായി പരാതി. ചെങ്ങന്നൂർ ചെറിയനാട് നെടുവരാങ്കോട് സ്വദേശികളായ ദമ്പതികളുടെ 11 വയസ്സായ മകളാണ് മർദ്ദനത്തിന് ഇരയായത്. ട്യൂഷൻ സെന്ററിലെ അധ്യാപിക ശൈലജയ്ക്കെതിരെയാണ് മാതാപിതാക്കൾ ചെങ്ങന്നൂർ പോലീസിൽ പരാതി നൽകിയത്. മാതാപിതാക്കളുടെ പരാതിയിൽ ചെങ്ങന്നൂർ പോലീസ് കേസെടുത്തു. ടീച്ചർ കൊടുത്ത പാഠഭാഗം പഠിച്ചില്ലെന്നാരോപിച്ച് ക്ലാസ്സിലെ മറ്റു കുട്ടികളുടെ മുമ്പിൽ വെച്ചായിരുന്നു മർദ്ദനം. സംഭവത്തിന് ശേഷം ടീച്ചറും ഭർത്താവും ചേർന്ന് വീട്ടിലെത്തി പണം നൽകി സംഭവം ഒതുക്കി തീർക്കാൻ ശ്രമിച്ചതായും മാതാപിതാക്കൾ പരാതിയിൽ പറയുന്നുണ്ട്.